Hi guys, it's Abdhu. Welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ ക്ലൗൺ സീരീസിന്റെ സെക്കൻഡ് ക്ലൗൺ ആണ്. ഒരു സാഡ് ക്ലൗൺ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് അധികം ലാഗ് അടിക്കാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തുടങ്ങണ മാതിരി തന്നെ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തുകൊണ്ട് തുടങ്ങാം. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന ഞാൻ ചീക്കിൽ, ഫോർഹെഡിൽ, പിന്നെ നമ്മളുടെ താടിയുള്ള ഭാഗത്ത്, പിന്നെ നെക്കിലും, പിന്നെ ഷോൾഡർ വരെ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കാരണം ആടെയൊക്കെ ഈ പ്രാവശ്യം മേക്കപ്പ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ഒരു ബാർ ഉപയോഗിച്ച് നമ്മുടെ ഐബ്രോ സ്റ്റിക്ക് ചെയ്യണം. ഐബ്രോ സ്റ്റിക്ക് ചെയ്യുന്നത് വെച്ചാൽ ഫ്ലോലെസ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ നാച്ചുറൽ ഐബ്രോനെ ഒന്ന് നന്നായിട്ട് ഉള്ള പൊസിഷനിൽ കുറച്ച് പൊക്കി വരക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോർഹെഡിലോട്ട് കുറച്ചൊന്ന് ഹൈറ്റ് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ആ ഒരു ഹെയർ അവിടെ ഉണ്ടാവാൻ പാടില്ല. ഇതുപോലത്തെ ഒരു ടൂൾ എടുത്തിട്ട് നമ്മളെ ആ ഐബ്രോസിന്റെ എല്ലാം നമ്മൾ ഇത് വെച്ച് എക്സസ് ഒക്കെ റിമൂവ് ചെയ്യുക. കൂടാതെ ഫുള്ളൊന്ന് ഫ്ലോലെസ് ആക്കുക. അതായത് നമ്മുടെ സ്കിന്നായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പ്രസ് ചെയ്ത് നമ്മുടെ ഐബ്രോസിനെ ഫ്ലാറ്റ് ആക്കുക. കാരണം അതിനുശേഷം ഞാൻ അതിൻ്റെ മേലെ കൂടെ നമ്മുടെ കോമ്പാക്റ്റ് വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നീട് ഞാൻ ഒരു കളർ കറക്റ്റർ എടുത്തിട്ട് നമ്മുടെ ഈ ബ്ലാക്ക് ടോൺ ഒന്ന് മാറ്റി നന്നായിട്ട് സ്കിന്നിനോട്ട് കളറിലോട്ട് മാച്ചാക്കാൻ ഒരു ഓറഞ്ച് കളർ കറക്റ്റർ ഉപയോഗിച്ചു. അതിനുശേഷം ലൈറ്റ് കളർ ഫൗണ്ടേഷനാണ് ഈ പ്രാവശ്യം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യണത്. അത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തു ബ്ലെൻഡ് ചെയ്തിട്ട്, അതായത് ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷനിൽ മൊത്തം അപ്ലൈ ചെയ്തു. കോണ്ടോറിൻ്റെ ഭാഗത്തോട്ട് ഈ ഒരു ലൈറ്റ് കളർ ഫൗണ്ടേഷൻ കൊണ്ടുപോയിട്ട് ചെയ്യില്ല കേട്ടോ. ഓക്കെ, നമുക്ക് കോണ്ടോറിലോട്ട് കിടക്കാം. കോണ്ടോർ ചെയ്യണത് ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു ഷെയ്ഡാണ് പാലറ്റിൽ വെച്ച്. ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് ചിന്നിൻ്റെ അടിഭാഗത്ത് നമ്മുടെ ഡബിൾ ചിന്ന് കുറക്കാനാണ് ഈ ഒരു ഷെയ്ഡ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ യൂസ്വലി ബ്രൗൺ തന്നെയല്ലേ, ബ്രൗൺസ് കളറാണല്ലോ പൊതുവേ കോണ്ടോറിന് ട്രെൻഡി അല്ല ഈ കളറ്. കൂടാതെ അപ്പം ഞാൻ ഈ ഒരു ക്ലൗണിലോട്ട് ഉപയോഗിക്കാൻ വെച്ചു. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇതിന് നല്ല കവറേജ് ഉണ്ട്. കാരണം ഞാൻ മറ്റുള്ള ഫൗണ്ടേഷനിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഇത് ഫൗണ്ടേഷനാണ്, കോണ്ടോറിങ് പാലറ്റിലുള്ളതല്ല. ഓക്കെ, മറ്റുള്ളൊരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഇതിന് നല്ലൊരു കവറേജ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഫോർഹെഡിലും ചീക്കിലും നോസിലും നന്നായിട്ട് കോണ്ടർ ചെയ്യാൻ ഉപയോഗിക്കുകയാണ് ഈ പ്രാവശ്യം. അതിനുശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഫോർഹെഡിലോട്ടും ഹെയർ ലൈനിലോട്ടും നന്നായിട്ട് കയറ്റി ബ്ലെൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിൻ്റെ അതായത് ഫോർഹെഡിൻ്റെയും ഹെയർ ലൈനിൻ്റെ ഉള്ളിലുള്ള കളറായിട്ട് നന്നായിട്ട് മാച്ച് ആവുള്ളൂ. അടുത്ത സ്റ്റെപ്പ് പറയുന്നത് നമുക്ക് ട്രാൻസ്ലൂസൻറ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് ആണ്. അപ്പോൾ ബേക്ക് ചെയ്യുന്ന അത്രയും ടൈം ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ട്രാൻസ്ലൂസൻറ്റ് വെച്ചിട്ട് പെട്ടെന്ന് ബ്രഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ട്രാൻസ്ലൂസൻറ്റ് എവിടേക്കാണ് യൂസ് ചെയ്ത് വെച്ചാൽ നോസ് ബ്രിഡ്ജിൽ, ഫോർഹെഡിൽ, അണ്ടർ ഐസിൽ, പിന്നെ നോസ് കോണ്ടർ ചെയ്യുന്ന പോർഷനിലും നന്നായിട്ട് നമ്മുടെ ട്രാൻസ്ലൂസൻറ്റ് ബേക്ക് ചെയ്യാൻ ആ ഫുൾ അപ്ലൈ ചെയ്യുന്ന ഒരു ടൈം മാത്രമേ കൊടുത്തുള്ളൂ. അതിനുശേഷം ഫുള്ളൊന്ന് ഞാൻ ബ്രഷ് വെച്ച് ഫുള്ളും ബ്രഷ് ഔട്ട് ചെയ്തോളൂ. ആൻഡ് ഐബ്രോസിലോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ആദ്യം തന്നെ ഐബ്രോ എവിടെയാണ് വേണ്ടതെന്നുള്ളത് ഒരു പെൻസിൽ ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം ഒരു സാഡ് ക്ലൗൺ ആണല്ലോ വേണ്ടത്. അപ്പോൾ പിരികൊന്ന് ഇങ്ങനെ ഒരു സാഡ് മൂഡിലോട്ട് മാറ്റി ഇങ്ങനെ ഒന്ന് ഒരു റിവേഴ്സ് ആർച്ച് പോലെ ചെയ്തിട്ടാണ്
അല്ല സോറി, റിവേഴ്സ്ഡ് ആർച്ചിൻ്റെ ഒരു സ്കെച്ച് ഇട്ടു. അതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ചെയ്തത് ഇങ്ങനെ അങ്ങനെ പറയുന്നതിന് കാണുന്നത് ബെറ്റർ ടു ഫോളോ ദ വീഡിയോ. അതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ പ്രൊഡക്ട്സ് എന്താണ്, ടെക്നിക്ക് എന്താണെന്ന് മാത്രം പറഞ്ഞുതരാം. എങ്ങനെയാണ്, ഏതൊക്കെ ഷെയ്ഡാണെന്നും ഞാൻ വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്യണതായിരിക്കും. ഇനി ഐലൈനേഴ്സിലോട്ട് കിടക്കുമ്പോൾ, ഐലൈനർ ചെയ്യുമ്പോൾ പൊതുവേ ടൈറ്റ് ലൈനും പുറകിലോട്ടാണല്ലോ ചെയ്യുക, അതായത് നമ്മൾ വിങ് ലൈൻ ചെയ്യണ മാതിരി. ഇപ്രാവശ്യം അങ്ങനെയല്ല, ഇപ്രാവശ്യം നമ്മൾ ഉള്ളിലോട്ടാണ് കേട്ടോ ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന മാതിരി ഇന്നർ കോർണറിലോട്ടാണ് ടൈറ്റ് ലൈനിന്, ഇന്നർ കോർണേഴ്സിലോട്ടാണ്. ഇനി നമുക്ക് ഐബ്രോസിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഇങ്ങിലോട്ട് കിടക്കാം. അതായത് നമ്മളുടെ കോണ്ടോറിന് ഉപയോഗിച്ച അതേ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് നമ്മളെ എന്താണ് ഐബ്രോൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കുഞ്ഞു ഹെയറിൻ്റെ സ്ട്രോക്സ് പോലെ വരച്ച് വെക്കാം. ദെൻ ആ പരിപാടി ഇവിടെ തീർന്നു. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഐ ഷെയ്ഡാണ്. ഭയങ്കര കൊമിക്കൽ രീതിയിലോട്ട് പോകണം, കൂടാതെ കുറച്ചും കൂടി ഡാർക്കർ ആയിരിക്കണം എന്നായിരുന്നു ഞാൻ ആദ്യമേ ഉദ്ദേശിച്ചത്. അതാണ് നമ്മൾ ആദ്യമേ ബേസ് ആയിട്ട് ഇടുന്നത് ബ്ലാക്ക് തന്നെയാണ്. ഒരു ഡ്രെയിൻ ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ ആദ്യമേ നമ്മൾ അവിടെ ഫുള്ളൊന്ന് ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി പരിപാടികൾ എന്നാണ് നോക്കാം. അപ്പോൾ ഇത്ര ഐ ഷാഡോ ഉപയോഗിക്കുമ്പോൾ അണ്ടർ ഐസിൽ ഓൾറെഡി ഫോൾ ഔട്ട്സ് ഒക്കെ ഉണ്ട്. അതൊന്ന് റിമൂവ് ചെയ്യാനും അണ്ടർ ഐസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനും വേണ്ടി നമ്മളിത് കൺസീലർ ഉപയോഗിച്ചത് ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഒന്ന് ചെയ്യാം. ഇനി നമുക്ക് എന്താണ് നമ്മൾ ഐ ഷാഡോൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു റെഡ് കളർ ലിപ്സ്റ്റിക് എടുത്തിട്ട് ബ്ലാക്കിൽ നിന്ന് റെഡിലോട്ട് ഒരു ഗ്രേഡിയൻറ്റ് പോലെ കൊടുക്കാം. അടുത്ത പരിപാടി കട്ട് ക്രീസ് ചെയ്യണം. അതിൻ്റെ കട്ട് ക്രീസ് വേണ്ടിയിട്ട് ഒരു നല്ലൊരു വൈറ്റ് ഫൗണ്ടേഷനാണോ കൺസീലർ എടുത്തിട്ട് കട്ട് ക്രീസ് ചെയ്യുക. അതിന് മേലെ ബ്ലൂ ഐ ഷാഡോ പാക്ക് ചെയ്തിട്ട് ബ്ലൂവും റെഡും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നോസിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇടി കിട്ടിയ ഫീലിന് വേണ്ടി അത്യാവശ്യം ഒരു ബ്ലഷ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡ് ആക്കുക. അടുത്തത് ലിപ്പിൻ്റെ ഡീറ്റെയിൽ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അപ്പർ ലിപ്പ് താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു സാഡ് ഫീലിലോട്ടേക്ക്. അതിനുശേഷം ലോവർ ലിപ്പിലോട്ട് ജോയിൻ ചെയ്ത് റെഡ് ലിപ്സ്റ്റിക്ക് ഫുള്ളും ഫില്ല് ചെയ്തതാണ് ഈ പ്രാവശ്യം. ഓക്കെ, അത്രയ്ക്കുള്ള രണ്ട് സൈഡിൽ ഒരു കുഞ്ഞ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നെങ്കിൽ യു മേ ഫോളോ ദ വീഡിയോ.
ഇനി നമുക്ക് നമ്മളുടെ ഈ ലിപ്പ് ഒന്ന് എന്താണ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി കൺസീലർ ഉപയോഗിച്ച് ഒന്ന് ബോർഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത പരിപാടി വന്നിട്ട് ബ്ലഷാണ്. അപ്പോൾ നമ്മൾ ചീക്കിൽ ഒരു സർക്കുലർ രണ്ട് സൈഡിലും ഒരു സർക്കുലർ മോഡലിൽ എന്താണ് ബ്ലഷ് ഇടാൻ, എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്തത് നമുക്കുള്ള കോളർ ഒരു പെയിൻറ്റ് ചെയ്തെടുക്കണം, കോളർ മാതിരി. അപ്പോൾ നമ്മൾ ബ്ലൂ ആൻഡ് റെഡ് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്കിൻ്റെ ഭാഗത്ത് ഇത്രയും കളർ എങ്ങനെ വെച്ചാൽ ആദ്യം വെച്ച് ഇങ്ങനെ കളേഴ്സിൽ ഇങ്ങനെ ഒലിച്ച് വരുന്ന മാതിരി ചെയ്യാം, ബട്ട് അത് ഫ്ലോപ്പായി പോയി. അപ്പോൾ നമ്മൾ കോളർ പെയിൻറ്റ് ചെയ്തെടുക്കുക, അത്രയ്ക്കേ ഉള്ളൂ. ദെൻ ഫിനിഷ് ദ ലുക്ക്.